dance the night away to the morning light. Can I give you all of my love? Ladies and gentlemen, you are watching Diamond. My name is Dilkush Mohammed Dilshad and you can call me DMD in short. So, this is a drive video. 2014 Tata launch Tata Zest petrol engine drive. So, video is completed. Automobile related content is like, share it, okay? So, we will start the backil. Backil is a wide car. Feel yes, this is the width of 1706 mm. So, design designs just a simple design. Tata logo, Riveto engine badging. Yes, here is a fog lamp. This visual bulk reduce here matte black bumper matte black finish cheyidittulladu bhayangara wide aayittulla car aanu ingane wrap cheyidu povunna oru tail light aanu ee tail light il and LED strips undu adu bhayangara rasana kaanan enikku thonunu ee car inde ഏറ്റവും attractive ആയിട്ടുള്ള ഒരു ഭാഗം ഇതിന്റെ LED strips ആണ് പിന്നെ പോകുമ്പോൾ ഇതിന്റെ exhaust pipe താഴെയാണ് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല. So, this is the exhaust pipe. Now, all cars exhaust pipe hide it. So, car is a chrome strip. This is wrap blackout. Mineral wrap. This company is a chrome strip. This design is personally average design. ഒരു മോശമായിട്ടുള്ള സംഭവം ഇത് രസമില്ലാന്നുള്ള തോന്നൽ ഇതുവരെ തോന്നിയിട്ടില്ല. ഒന്ന് അടിപൊളിയാണെന്നുള്ള തോന്നൽ ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു ഓക്കെ ഡിസൈനാണുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് യെസ് ഇതൊരു ടാറ്റ കാറാണ്, ടിപ്പിക്കൽ ടാറ്റ കാറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം ഇതിൻ്റെ ഒരു ലേ ഔട്ട് ഷില്ലൗട്ട് അതിനെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവം ടിപ്പിക്കൽ ടാറ്റ കാറിൻ്റെ ഒരു ഡിസൈനാണ്. ഇപ്പോഴത്തെ അല്ല, ന്യൂജൻ കാസിൻ്റെ അല്ല, പഴയ കാസിൻ്റെ. യെസ്, ഈ ഒരു ഭാഗം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഡിക്ക വിസ്റ്റയായിട്ട് കാണാം, അല്ലെങ്കിൽ മാൻസാൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2470 mm ആണ്. ടയർ പ്രൊഫൈൽ വരുന്നത് 185/60 R15 ടയർ പ്രൊഫൈലാണ്. 2010 ലോഞ്ച് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റിലെ ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഏറ്റവും റേഡിയസ് കൂടിയ R15 ടയേഴ്സ് ഫസ്റ്റ് വന്നത് ടാറ്റ സെസ്റ്റിലാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം നല്ല X1 മോഡിഫൈഡ് പ്ലാറ്റ്ഫോമാണ്. ടാറ്റ ഇൻഡിക്കയുടെ പ്ലാറ്റ്ഫോമാണ്. ടാറ്റ മാൻസ, ടാറ്റ വിസ്റ്റ, ഇൻഡിക്ക, ഇൻഡിഗോ മറീന, ടിയാഗോ, ടിഗോർ, നെക്സോൺ ഇതെല്ലാം വരുന്നത് സെയിം പ്ലാറ്റ്ഫോമാണ്. ഫ്രണ്ട് എൻഡിലേക്ക് വരുമ്പോൾ യെസ് ഇതൊരു ടിപ്പിക്കൽ ടാറ്റ കാറാണ്. ആ ഒരു സ്മൈലി ഫേസ് അത് ടാറ്റയുടെ ഒരു കൂടപ്പറപ്പാണ്. ടാറ്റ ഒരിക്കലും ആ ഒരു സംഭവം ആ ടൈമിൽ വിടാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഡിസൈൻ ഹെഡായ മിസ്റ്റർ പ്രതാപ് ബോസ് മൂപ്പർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ കാർ ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈൻ ഈ കാറിലും ടാറ്റ റിമൈൻഡ് ചെയ്തിട്ടില്ല, നിലനിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിനുശേഷം പ്രതാപ് ബോസിന് മനസ്സിലായി ഇനി അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഡിസൈനിൽ ഇപ്പോൾ ടാറ്റ ആൾട്രോസ് നമ്മൾ കണ്ടു. യെസ്, പേഴ്സണലി എനിക്ക് ആൾട്രോസിൻ്റെ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഓവറോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ബട്ട് ഹാരിയർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദി സെഗ്മെൻറ്റ്. സോ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഒരു പ്രൊജക്ടർ സെറ്റപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ദിസ് ഈസ് ലോ ബീം പ്രൊജക്ടറാണ്. ഹൈ ബീം നോർമൽ ഹാലോജൻ ആണ്. ഇതും ഹാലോജൻ ആണ്. പിന്നെ ഫോഗ് ലാമ്പൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു സ്ട്രിപ്പ് കാണാം. ഇതും ക്രോമിയം സ്ട്രിപ്പാണ്. ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്താണ് ഫോഗ് ലാമ്പ്. ജസ്റ്റ് നോർമൽ ഫോഗ് ലാമ്പാണ്. പിന്നെ എയർ ഡാം, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. എയർ ഡാം ഈസ് ഓൾവേസ് എയർ ഡാം, അത്രേ ഉള്ളൂ. ഒരു പറയാൻ മാത്രമുള്ള ഡിസൈനോ കാര്യമൊന്നുമില്ല. ടിപ്പിക്കൽ ടാറ്റ ഫ്രണ്ട് എൻഡാണ്. ഇൻഡിക്ക, വിസ്റ്റ, മാൻസലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫ്രണ്ട് എൻഡാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു യങ് ലുക്കാണ് ഈ കാറിന് നമുക്ക് സെസ്റ്റിലും ബോട്ടിലും ഉള്ളത്. ഓവറോൾ നോക്കുമ്പോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പാനൽ ഗ്യാപ്സൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാനൽ ഗ്യാപ്സാണ്. ഒരേ ലൈനിലാണ് പോകുന്നത്. എവിടെയും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടാണ്, കൂടുതലോ കുറവോ ഇല്ല. ഭയങ്കര നീറ്റായിട്ട് ലേ ഔട്ടായിട്ടുള്ള പാനൽ ഗ്യാപ്സാണ്. ഇത് എനിക്ക് എടുത്ത് പറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ടാറ്റ
ഈ മോഡൽസിന് മുന്നേ വല്ല ടാറ്റ കാർസിലൊക്കെ നമുക്ക് ഒരുപാട് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇഷ്യൂസും പാനൽ ഗ്യാപ്സിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാനൽ ഗ്യാപ്സും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹൊറൈസൺ എന്നുള്ളൊരു ഫിലോസഫി ഒരു നെക്സ്റ്റ് ജനറേഷൻ ടാറ്റ കാർസിൻ്റെ ഒരു ഐഡിയോളജി വെച്ചിട്ട് ലോഞ്ച് ചെയ്ത കാറാണ്. ഈ കാറ് ടാറ്റൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നെയിം ഉണ്ട്, ഞാൻ മറന്നുപോയി. ഇമ്പാക്റ്റ് ഫിലോസഫി ഡിസൈൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ കാറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അത്ര ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് തോന്നില്ല, കാരണം ഒരു ടിപ്പിക്കൽ ഒരു വിസ്റ്റ ടാറ്റ ലുക്ക് തന്നെയാണ് ഈ കാറിലുള്ളത്. ഇമ്പാക്റ്റ് ഫിലോസഫിയിൽ വന്ന വേറൊരു കാറാണ് ടിയാഗോ ടിഗോർ. പിന്നെ ഇമ്പാക്റ്റ് 2.0 വന്നതാണ് ആൾട്രോസ് ഹാരിയർ. സോ അത് മുതൽ ടാറ്റ സ്മാർട്ടായി തുടങ്ങി. നമുക്ക് ബൂട്ട് കപ്പാസിറ്റി നോക്കാം. ബൂട്ട് കപ്പാസിറ്റി 390 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ്. ഓക്കെ, 390 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോഴും പ്രാക്ടിക്കലി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലോഡ് ലിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റിലാണ് ഉള്ളത്. ഈ ഒരു രണ്ട് ഭാഗത്തിൻ്റെയും ലെങ്ത്ത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ വലിയ പെട്ടിയോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പറ്റില്ല. നമ്മുടെ ഏതെങ്കിലും അങ്കിളോ അളിയനോ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ പെട്ടി എന്തെങ്കിലും വെക്കാനുള്ളൊരു ഗ്യാപ്പില്ല. അപ്പോൾ തന്നെ പുള്ളി വേറെ വണ്ടി വിളിച്ചിട്ട് പോകും, അല്ലെങ്കിൽ കിട്ടുന്ന വണ്ടിക്ക് തിരിച്ച് ദുബായി പോകാനുള്ള ഒരു തോട്ട് പുള്ളിക്ക് വരും. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സ്റ്റീരിയർ വൈസ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ പെയിൻ ക്വാളിറ്റി ഇത് 5 വർഷമായിട്ടുള്ള വണ്ടിയാണ്. ഇത് 2015 മോഡൽ വണ്ടിയാണ്. വണ്ടി ലോഞ്ച് ചെയ്ത് 2014, 2015 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ പെയിൻ ക്വാളിറ്റി ഓക്കെയാണ്, അടിപൊളിയാണ്. കാരണം ഈ വണ്ടിയിൽ വാക്സിങ്ങോ പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് പെയിൻ്റാണ്. ഇപ്പോഴും അത് നല്ല രീതിയിൽ പെയിൻറ്റ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ റിമോട്ടിൽ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് ടാറ്റ വിളിക്കുന്നത് ഫോളോ മീ ഹോം ലൈറ്റ്സ് ആണ്. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് തോന്നുന്ന LED ലൈറ്റ്സ് ആണ്. ഓക്കെ, അകത്തേക്ക് വരാണെങ്കിൽ ചെറിയ ഡോർ പോക്കറ്റാണ്. ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റില്ല, 500 ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റില്ല. ചെറിയൊരു ബോട്ടിലാണ്, ഒരു സ്പേസാണ്. ബട്ടൺ ക്വാളിറ്റി ഓക്കെയാണ്. ഈ ഒരു കാറിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈഡായിട്ടുള്ളൊരു ബാക്ക് സീറ്റാണ്. അതായത് പണ്ടത്തെ അംബാസഡറിലൊക്കെ കയറുമ്പോൾ ഇരിക്കുന്ന അത്രയും വൈഡായിട്ടുള്ള 3 പേർക്ക് കിടലിനായിട്ട് പോകാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റാണ് ഇത്. എൻ്റെ സീറ്റ് പൊസിഷനാണ്. ഞാൻ 5.8 ഉണ്ടാവും. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഡ്രൈവർ സീറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും നോക്കൂ, നല്ല ആമ്പിൾ ലെഗ് സ്പേസ്, കിടിലൻ ലെഗ് സ്പേസ് ആണ് ഉള്ളത്. നീ റൂം അടിപൊളി കേട്ടോ, ഇറ്റ്സ് കിടിലൻ. സോ കംഫർട്ടബിളായിട്ട് 3 പേർക്ക് അധികം പ്രശ്നമില്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വൈഡായിട്ടുള്ള ഒരു ബാക്ക് സീറ്റാണ്. ഈ ടാറ്റ അന്നത്തെ ഫിലോസഫി എന്ന് പറയുന്നത് കാർ പെർ കാർ എന്നുള്ള ഒരു ഫിലോസഫി ആയിരുന്നു. യെസ്, അതിനോട് 100% ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ആ ഫിലോസഫിനോട്. യെസ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, സെൻട്രൽ ഹാം റെസ്റ്റ് ഇല്ല, സെൻട്രൽ ഹെഡ് റെസ്റ്റ് ഇല്ല. സോ അത്രയേ ഉള്ളൂ ബാക്ക് സൈഡിൽ. പിന്നെ ഹാൻഡിൽ ഗ്രാബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡിൽ അത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്രണ്ടിലേക്ക് പോകാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പവർ വിൻഡോ സ്വിച്ചസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM സ്വിച്ചസ്, പിന്നെ ഡോർ പോക്കറ്റ്, 1 ലിറ്റർ ബോട്ടിലോ 500 ml ബോട്ടിലോ വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. ഭയങ്കര പുവർ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വണ്ടിയിലുള്ളത്. പിന്നെ പറയാനുള്ളത് ഓക്കെ, പവർ വിൻഡോ സ്വിച്ചസ് ഇപ്പോഴും നമ്മൾ ടിയാഗോയിലും ടിഗോർ, നെക്സോൺ എല്ലാം ആ കാറിലൊക്കെ വരുന്ന സ്വിച്ചസ് തന്നെയാണ് ഈ കാറിലുള്ളത്. അപ്പോൾ സ്വിച്ചസ് ടാറ്റ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. പിന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ORVM നോബ്സും ഇവിടെ ഉണ്ട്. ഈ ലൈറ്റ്സൊക്കെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യുന്നത് ഇലുമിനേറ്റ് ചെയ്യും. ഇലുമിനേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇലുമിനാറ്റി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. യെസ്, എനിക്കറിയാം. പിന്നെ AC വെൻസിൽ ഒരു ക്രോമിയം സ്ട്രിപ്പ് കാണാം. സെൻട്രൽ AC വെൻസിൽ ക്രോമിയം സ്ട്രിപ്പ് കാണാം. ഭയങ്കര നീറ്റായിട്ട് ലേഔട്ട് ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ്. യെസ്, സെൻട്രൽ കൺസോൾക്ക് വരുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള ഒരു സെൻട്രൽ കൺസോളാണ്. എനിക്ക് ഇതുവരെ ഒരു ബോറായിട്ട് തോന്നിയിട്ടില്ല. സ്റ്റിൽ ഇറ്റ്സ് വെരി ഗുഡ്. അനലോഗ് ടാക്കോമീറ്റർ കാണാം, അനലോഗ് സ്പീഡോമീറ്റർ കാണാം. ഒരു ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഡിസ്റ്റൻസ് ടു empty കിലോമീറ്റർ കാണാം. ഓഡോമീറ്റർ കാണാം. ഇൻസ്റ്റൻറ്റ് ഫ്യൂവൽ കൺസംഷൻ അത് കാണാം. അത് വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ ഒരു മീറ്ററാണത്. പിന്നെ ടൈം കാണാം. ട്രിപ്പ് A, ട്രിപ്പ് B. യെസ്, ഇതിൽ മൈലേജ്, ആവറേജ് മൈലേജും കാണുന്നുണ്ട് കേട്ടോ.
13.7, 12.6. സോ അത്രയേ ഉള്ളൂ. ഒരു ഇപ്പോഴും സ്റ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഭയങ്കര ചെറിയ റേഡിയസ് സ്റ്റിയറിംഗ് ആണ്. ഹോൾഡ് ചെയ്യാൻ ഓക്കെ അടിപൊളിയാണ്. പിന്നെ അതിൽ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചസ് വരുന്നുണ്ട്. കോൾ പിക്കപ്പ് ചെയ്യാനും കോൾ ഡിക്ലൈൻ ചെയ്യാനും ഓഡിയം ബ്ലോക്കേഴ്സും സെലക്ഷൻസ് മോഡ് സെലക്ടേഴ്സ് അല്ലാണ്ട് ക്രൂയിസ് കൺട്രോൾ ഇല്ല. ഇത് ശരിക്കും മിഡ് ഓപ്ഷനാണ്. മിഡ് ഓപ്ഷനിൽ വോയിസ് കമാൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫുൾ ഓപ്ഷനിൽ വോയിസ് കമാൻഡ് ഉണ്ട്. അതിൻ്റെ ഒരു സിമ്പിൾ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. സെൻട്രൽ കൺസോൾക്ക് വരുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സെൻട്രൽ കൺസോളാണ്. ഒരു നീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ഉള്ള ഒരു സെൻട്രൽ കൺസോളാണ്. ഇത് സ്റ്റീരിയോ സിസ്റ്റം. ഇതെല്ലാം നോക്കൂ, ഇത് അത്യാവശ്യം ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു നോബ്സാണ്. ഇപ്പോൾ വോളിയം ബ്ലോക്കേഴ്സ് ആയാലും മോഡ് സെലക്ടേഴ്സ് ആയാലും എല്ലാം ഒരു പ്രീമിയം ഫിനിഷുള്ള നോബ്സാണ് ഇതിൽ കാണുന്നത്. പക്ഷേ ടാറ്റ ഫുൾ ഓപ്ഷനിൽ ഫൈൻ. ഫുൾ ഓപ്ഷനിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. സോ ഇതുപോലത്തെ ഉള്ള നോബ്സ് അല്ല. നല്ല നോബ്സാണ്. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ ഇതുപോലത്തെ നോബ്സാണ് കാണുന്നത്. ഇത് നമ്മൾ ഒരുപാട് വാങ്ങുന്ന ഇൻഡിക്കോ ഞാൻ നേരത്തെ പറയില്ല, അത്രയും കാസിൽ കണ്ടുവന്നിട്ടുള്ള നോബ്സാണ്. എല്ലാതും ചെയ്തപ്പോൾ ടാറ്റക്ക് പെട്ടെന്ന് ഓർമ്മ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള. അങ്ങനെയാണ് ടാറ്റ ഇന്ത്യക്ക് എന്നൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്തത്. പിന്നെ ഇതിൽ ബാക്കിയുള്ള ഇതും ഏകദേശം ഒരുപാട് കാസിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാറ്റ കംപ്ലീറ്റ്ലി അടിമുടി മാറ്റിയിട്ട് അവർ വേറൊരു ഫിലോസഫിയിൽ ലോഞ്ച് ചെയ്ത കാറാണ് ടാറ്റ സെസ്റ്റും ടാറ്റ ബോൾട്ടും. സോ ആ കാർ ലോഞ്ച് ചെയ്യുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ചില മാറ്റങ്ങളും പഴയ ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ ഡിസൈനിലും പുതിയൊരു ക്വാളിറ്റി, ആ ഒരു ഐഡിയോളജി അതായിരുന്നു. പക്ഷേ ആ ഐഡിയോളജിയിൽ ഇറക്കിയ കാറിലും ഇതുപോലത്തെ നോബ്സൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അതിന് നേരെ താഴെയുള്ള സ്പോർട്ട് മോഡ്സ്, ഓരോ എൻജിൻ മോഡ്സ് ഉണ്ട്. ആ മോഡ്സിൻ്റെ സ്വിച്ചസും ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചസ് എല്ലാം ഒരു അത്യാവശ്യം ക്വാളിറ്റി സ്വിച്ചസ് ആണ്. പ്രത്യേകിച്ച് മോശ കാര്യങ്ങളൊന്നും പറയാനില്ല. അതിനിടയിൽ ഒരു ഓക്സ് ഉണ്ട്, ഒരു USB പോർട്ടുണ്ട്, പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും കാണാം. ഒരു കപ്പ് ഹോൾഡർ കാണാം, സാനിറ്റൈസർ, ഒരു കപ്പ് ഹോൾഡർ കാണാം. പിന്നെ ഗിയർ ലിവറും കുഴപ്പമില്ലാത്തൊരു ഗിയർ ലിവറാണ്. ഹാൻഡ് ബ്രേക്ക് ടിപ്പിക്കൽ ഒരു ഹാൻഡ് ബ്രേക്കാണ്. ഒരു ക്രോമിയം സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ഡാഷ്ബോർഡ്സ് ആണ്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കാണുമ്പോൾ ഒരു അത്യാവശ്യം ഒരു പ്രീമിയംനെസ് ഈ ഡാഷ്ബോർഡിലുണ്ട്. അപ്പിയറൻസ് വൈസ് നമുക്കൊരു പ്രീമിയംനെസ് ഈ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എവിടേക്കെയോ എന്തൊക്കെയോ ഫിറ്റ് ആൻഡ് ഫിനിഷസ് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളിങ്ങനെ തപ്പി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷസ് പോരായ്മകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു ഫസ്റ്റ് ഗ്ലാൻസിൽ ഒരു പ്രീമിയം ഒരു അപ്പീൽ നൽകുന്ന ഒരു ഡാഷ്ബോർഡാണ്. ബീച്ച് കളറും ബ്ലാക്ക് കളറും പിന്നെ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കുഴപ്പമില്ലാത്തൊരു ടെക്സ്ചേഴ്സാണ് ഈ ഡാഷ്ബോർഡിൽ കാണുന്നത്. സോ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, കംപ്ലീറ്റ്ലി ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഒരു പ്രീമിയം അപ്പീൽ നൽകുന്നുണ്ട്. നോ ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ ടോട്ടൽ ഒരു ഓവറോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അപ്പീൽ നൽകുന്ന ഒരു ഇൻറ്റീരിയറാണ്. പ്രത്യേകിച്ച് പുറത്ത് എക്സ്റ്റീരിയർ വൈസിനെക്കാട്ടും ഇൻറ്റീരിയർ വൈസ് ഈ ഒരു പ്രീമിയം അപ്പീൽ ഈ കാറിന് നൽകുന്നുണ്ട്. ടാറ്റ ഒരുപാട് മാറ്റങ്ങൾ കൊടുത്തിട്ടുള്ള, അതായത് ഫിറ്റ് ആൻഡ് ഫിനിഷിലും ക്വാളിറ്റി വൈസിലും അതിന് മുന്നുള്ള വാഹനങ്ങളിൽ നിന്ന് മച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു കാറായിരുന്നു ടാറ്റ സെസ് ആൻഡ് ടാറ്റ ബോൾട്ട്. അതിനുശേഷം വന്നതാണ് ടാറ്റ ടിയാഗോ. സോ ആ ഒരു ടാറ്റക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം. ഗ്ലോബൽ റൈവൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ റൈവലറിൽ ടാറ്റ മാർക്കറ്റിൽ ബാക്കിലോട്ട് പോകുന്ന ടാറ്റക്ക് തോന്നിയപ്പോഴാണ് ടാറ്റ കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ ഫിലോസഫി, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാവരും മാറ്റം വരുത്തി ടാറ്റ ഒരു ലോഞ്ച് ചെയ്ത കാറാണ്. അത് നല്ലൊരു തോട്ടായിരുന്നു. ആ തോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്ന ന്യൂജൻ കാർസൊക്കെ ടാറ്റ കൊടുക്കുന്നത്. ടാറ്റൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ ടാറ്റക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ആ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ടാറ്റക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ടാറ്റ ഇപ്പോൾ ടെപ്പ് വെച്ചിട്ട് എല്ലാ കാസിൻ്റെയും ഫേസ് ലിഫ്റ്റ് വേർഷൻസും എല്ലാം പെട്ടെന്ന് കൊണ്ടുവന്നുണ്ട്. പക്ഷേ ടാറ്റക്ക് അന്ന് ആ ഒരു സമയത്ത് ടാറ്റ എന്താ ചെയ്തെന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് അതിങ്ങനെ നിലനിർത്തി ടാറ്റ ഇങ്ങനെ പോയി. ആ സമയത്ത് മാരുതിയും ഹ്യുണ്ടായൊക്കെ പുതിയ മോഡൽസും സെഗ്മെൻറ്റിൽ തന്നെ പല കാറ്റഗറീസിൽ പുതിയ മോഡൽസും ഫേസ് ലിഫ്റ്റ് ആയിട്ട് അവരിങ്ങനെ അടിപൊളിയായിട്ട് പോയപ്പോൾ ടാറ്റ എപ്പോഴും പഴയ സംഭവം നിലനിർത്തിയിട്ട് ഒരു ഡെവലപ്മെൻറ്റ്സോ ഒരു R&D പ്രോപ്പറായിട്ട് നടത്താണ്ട് ടാറ്റ ഇങ്ങനെ പോയതുകൊണ്ടാണ് ടാറ്റക്ക് മാർക്കറ്റിൽ ഭയങ്കര അടിയായിട്ട് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻറ്റീരിയർ വൈസ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാം.
ഈ കാർ റെഡ്ലൈൻ ചെയ്യുന്നത് 6000 RPM-ലാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് ടാറ്റ സെസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടാറ്റയുടെ ഇപ്പോഴത്തെ കാസിലെല്ലാം വരുന്നത് 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻസ് ആണ്. ടിയാഗോയിലായാലും ടിഗോറിലായാലും ആൽട്രോയിലായാലും നെക്സോണിലായാലും പോലും 3 സിലിണ്ടർ എഞ്ചിൻസ് ആണ് ഇപ്പോൾ ടാറ്റ കാസിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 89 bhp at 5000 RPM-ലും 140 Nm of torque at almost ഒരു 1700 to 3500 RPM-ലുമാണ്. ഇതൊരു ഫൺ ടു ഡ്രൈവ് എഞ്ചിൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സ്പീഡ് ഡ്രൈവിംഗ് പ്രഷർ ഒന്നും എഞ്ചിനിൽ നിന്ന് കിട്ടുന്നില്ല. ഈവൻ ടർബോ ചാർജർ എഞ്ചിൻ ആണെങ്കിൽ കൂടി ടർബോ ഫോക്കസ് ചെയ്യുന്നത് ലോൺ ലാഗ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ലോൺ ലാഗ് തീരെ കുറവാണ്. ലോൺ ലാഗ് കുറവായതുകൊണ്ട് തന്നെ നല്ല ബെറ്റർ ഡ്രൈവബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. സോ സിറ്റീസിലും ലോ റണ്ണിങ്ങിലൊക്കെ ഈസി ഡ്രൈവിലാണ് ഈ കാർ. അണ്ടർ ഫോർമാറ്റിൽ വരുന്ന സെഡൻ ആയതുകൊണ്ട് തന്നെ ടാറ്റ ടാർഗറ്റ് ചെയ്ത മാർക്കറ്റ് ഫാമിലി ഓറിയൻറ്റഡ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂണിംഗ് ഒന്നും ഈ എഞ്ചിനിൽ ചെയ്തിട്ടില്ല. വേറെ പ്രത്യേകത, ഈ കാറിന് ഡിഫറെൻറ്റ് എഞ്ചിൻ മോഡ്സ് ആണ്. ഈ കാറിൽ എക്കോ, സിറ്റി, സ്പോർട്സ് എന്ന 3 എഞ്ചിൻ മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, ഇപ്പോൾ വരുന്ന എല്ലാ ടാറ്റ കാസിലും ഈ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ മൈലേജ് ആണ് നമ്മുടെ കൺസേൺ എങ്കിൽ എക്കോ മോഡ് ഓൺ ചെയ്താൽ ECU മാപ്പിംഗ് ഒന്നുകൂടെ സോഫ്റ്റ്വെയർ സൈഡിലാവും. ഇവിടെ പെർഫോമൻസ് യാതൊരു പ്രസക്തിയില്ല കേട്ടോ. നമ്മുടെ മെയിൻ ഫോക്കസ് മൈലേജിലാണ്. സ്പോർട്ട് മോഡിലാണ് ഇതിന് മെയിൻ പവർ ഫിഗേഴ്സിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. സിറ്റി മോഡിലാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആണ്, സാമാന്യ തിരക്കേടില്ലാത്ത ഒരു പവർ കിട്ടുന്നുണ്ട്. ഈ എഞ്ചിൻ്റെ ടോപ്പ് എൻഡിൽ കാര്യമായിട്ടുള്ള പവർ ഒന്നും കിട്ടുന്നില്ല. ഇതൊരു ഹാപ്പി എഞ്ചിൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. 175 ആണ് ഈ കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതും ഈ ബോഡി റോളിന് ഒരു കാരണമാണ്. ടാറ്റ സെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കാർ ഓഫർ ചെയ്യുന്ന റൈഡിങ് ആണ്. സുഖമായിട്ട് എത്ര ദൂരമാണെങ്കിലും കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ടാറ്റ കാസിൻ്റെ റൈഡിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ ന്യൂജൻ കാസിനെ പറ്റിയിട്ട് കംപ്ലീറ്റ്ലി അറിയില്ല. എങ്കിലും ടാറ്റ മാൻസ ആയാലും ടാറ്റ ഇൻഡിക ആയാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ സെയിം കംഫർട്ടബിലിറ്റി ടാറ്റ സെസ്റ്റിലും ഓഫർ ചെയ്യുന്നുണ്ട്. ക്ലച്ച് നല്ല ഹെവി സൈഡിലാണ്. ഇപ്പോഴത്തെ ഡീസൽ കാസിന് ഇതിലും ഈസി ആയിട്ടുള്ള ക്ലച്ച് ഉണ്ടാവും. ഒരു ഡീസൽ കാസിന് വരുന്ന ഒരു ഹെവിനെസ് ആണ് ഈ പെട്രോൾ കാറിൻ്റെ ഈ ക്ലച്ചിനുള്ളത്. അതുപോലെ തന്നെ ഗിയർ അല്പം നോച്ച് ആയിട്ടുള്ള ഗിയറാണ്. സ്ലോട്ടിംഗ് ഒക്കെ പക്കയാണെങ്കിലും ചെറിയ നോച്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യും ഗിയർ മാറ്റുമ്പോൾ. എഞ്ചിൻ റിഫൈൻമെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് എഞ്ചിൻസ് 1.2 ലിറ്റർ എഞ്ചിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും അത്ര പാർട്ട് പാറാണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും കൂടി ബെറ്റർ റിഫൈൻമെൻറ്റ് ആവാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹ്യൂണ്ടായുടെ എഞ്ചിൻസ് ആയിട്ടും സുസുക്കിയുടെ എഞ്ചിൻസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര റിഫൈൻഡ് അല്ല ഈ എഞ്ചിൻ. എങ്കിലും മോശമായിട്ടുള്ള റിഫൈൻമെൻറ്റ് കുറവൊന്നുമില്ല. ടോപ്പ് എൻഡിൽ എത്തുമ്പോൾ അത്യാവശ്യം നോയ്സി ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. ലോ എൻഡിൽ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ മൈന്യൂട്ടുള്ള വൈബ്രേഷൻസ് ആണ്. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അത് വൈബ്രേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. സ്റ്റിയറിംഗിലായാലും ഗിയറിലായാലും ആ വൈബ്രേഷൻ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല ഫോറംസിലും പല ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 4 സിലിണ്ടർ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ടാറ്റ കാസിൽ വരുന്നില്ല എന്നുള്ളത്. ഈ 4 സിലിണ്ടർ എഞ്ചിൻ അത്യാവശ്യം ഒരു കാലിബറുള്ളൊരു എഞ്ചിനാണ്. ഒരു നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്റൈറ്റ് പെർഫോമൻസ് കിട്ടാൻ കൽപ്പുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ചില ഫോറംസിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് 4 സിലിണ്ടർ എഞ്ചിൻസ് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് 3 സിലിണ്ടർ എഞ്ചിൻസ് ഇപ്പോൾ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല 3 സിലിണ്ടർ എഞ്ചിൻസിന് മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓവറോൾ കസ്റ്റമേഴ്സിന് മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 സിലിണ്ടർ എഞ്ചിൻസ് ടാറ്റ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചില ഫോറംസിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. 2014 ലോഞ്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ സെഗ്മെൻറ്റിൽ അന്നുണ്ടായിരുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുമായിരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു ടാറ്റ സെസ്റ്റ്. പക്ഷേ ടാറ്റക്ക് ചെറിയ അബദ്ധം പറ്റിയത് ഇതിൻ്റെ ഡിസൈനിലാണ്. കാരണം ടാറ്റ ഓൾവേസ് ഫോളോ ചെയ്യുന്ന ഡിസൈൻ ആ പാറ്റേൺ തന്നെയാണ് ഈ കാറിൽ ടാറ്റ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ടാറ്റക്ക് കഴിഞ്ഞില്ല. അതിന് ശേഷമുള്ള ടാറ്റ പ്രൊഡക്ട്സൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ, ഈ ഒരു ഇൻഡിക്ക റിസംബ്ലൻസ് ഇല്ലായിരുന്നു എങ്കിൽ, വേറൊരു കൈൻഡ് ഓഫ് ഡിസൈൻ ആയിരുന്നു എങ്കിൽ പക്ഷെ നല്ല രീതിയിലുള്ള സെയിൽസ് ഡിസേവിങ് ആയിട്ടുള്ള ഒരു കാർ തന്നെ ആയിരുന്നു. കാരണം ഒരു മോശമുള്ള എക്സ്പീരിയൻസോ ഒന്നും ഈ കാറിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഇന്റീരിയർ ക്വാളിറ്റി വൈസ് ആയാലും ശരി, ബിൽ ക്വാളിറ്റി വൈസ് ആയാലും ശരി, ഇന്റീരിയർ ഫിറ്റ് ആൻഡ് ഫിനിഷിലായാലും ഏകദേശം കോമ്പറ്റീഷൻ പാർ നിൽക്കുന്ന ഒരു ബിൽ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു കാറിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ വെർഡിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു പുതിയ തുടക്കത്തിന് എന്തുകൊണ്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാറിനാണ് ടാറ്റ സെസ്റ്റ്.
സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അണ്ടിൽ ദെൻ പീസ് ഔട്ട്.